നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അക്ഷരയുടെ 9ാം ക്ലാസ്സിൻ്റെ മറ്റൊരു ഹിസ്റ്ററി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ രണ്ടാമത്തെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഡയഗ്രാം ഓഫ് എക്സ്ചേഞ്ച് എന്ന പാഠമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മളതിൽ മധ്യകാല ലോക നഗരങ്ങളെക്കുറിച്ച് പഠിച്ചു, ഗിൽഡുകൾ എന്താണെന്ന് പഠിച്ചു, പിന്നെ മധ്യകാല വിദ്യാഭ്യാസം എന്താണെന്ന് വരെ നമ്മൾ അവസാനം പഠിച്ചു നിർത്തി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ മധ്യകാല ലോകത്തിൽ മധ്യകാല കാലഘട്ടത്തിൽ കലയിലും സാഹിത്യത്തിലും എന്തൊക്കെ പുരോഗതി ഉണ്ടായി, കലയിലും സാഹിത്യത്തിലും എന്തൊക്കെ വികസനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വളർച്ചയുണ്ടായി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആർട്ടിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ആർക്കിടെക്ചറിനെ കുറിച്ചാണ്, വാസ്തുവിദ്യയെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? വാസ്തുവിദ്യ അല്ലെങ്കിൽ വാസ്തുശില്പവിദ്യയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മിഡീവൽ പീരീഡിലെ പ്രധാനപ്പെട്ട രണ്ട് വാസ്തുവിദ്യ ശൈലികളാണ് അല്ലെങ്കിൽ വാസ്തുവിദ്യ രീതികളാണ്. ഒന്ന് റോമനസ്, മറ്റൊന്ന് ഗോതിക്. എന്തൊക്കെയാണ്? ഒന്ന് റോമനസ്, മറ്റൊന്ന് ഗോതിക്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വാസ്തുവിദ്യ രീതികളാണ്, ഒന്ന് റോമനസും മറ്റൊന്ന് ഗോതിക്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്താണ് കരോലിജിയൻ രീതി എന്നാണ്. എന്താണ് കരോലിജിയൻ സ്റ്റൈൽ? അതായത് ആൻഷ്യന്റ് റോമൻ സ്റ്റൈലും പിന്നെ ബൈസാന്റിയൻ സ്റ്റൈലും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആൻഷ്യന്റ് റോമൻ സ്റ്റൈലും ബൈസാന്റിയൻ സ്റ്റൈലും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഷാലമിൻ ചക്രവർത്തി കൊണ്ടുവന്ന പുതിയ ഒരു വാസ്തുവിദ്യ രീതിയെ പറയുന്ന പേരാണ് കരോലിജിയൻ അഥവാ കരോലിജിയൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ. എന്താണ് കരോലിജിയൻ സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. ഒന്ന് ആൻഷ്യന്റ് റോമൻ എംപയർ സ്റ്റൈലും ബൈസാന്റിയൻ ആർക്കിടെക്ചറും, ആൻഷ്യന്റ് റോമൻ എംപയർ ആർക്കിടെക്ചറും ബൈസാന്റിയൻ ആർക്കിടെക്ചറും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഒരു രീതിയെ പറയുന്ന പേരാണ് കരോലിജിയൻ സ്റ്റൈൽ. ഇത് കൊണ്ടുവന്നത് ഷാലമിൻ ചക്രവർത്തിയാണ്. അടിവരയിട്ട് പഠിക്കണം. ഇത് കൊണ്ടുവന്നത്, കരോലിജിയൻ സ്റ്റൈൽ കൊണ്ടുവന്നത് ഷാലമിൻ ചക്രവർത്തിയാണ്. താഴികക്കുടങ്ങളും പിന്നെ അതുപോലെ തന്നെ മോസ്ക് തറകളും അതുപോലെ മിനാരങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണ ഭംഗി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്നത്, during the Crusades period, the Europeans studied the Islamic architecture. During the Crusades period, the Europeans studied the Islamic architecture. കുരിശുയുദ്ധ കാലഘട്ടത്തിൽ ഇസ്ലാമികരുടെ വാസ്തുവിദ്യയെ യൂറോപ്യന്മാർ പഠിക്കാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ കുരിശുയുദ്ധ സമയത്ത് യൂറോപ്യന്മാരുമായി കൂടുതൽ ഇടപഴകിയതിലൂടെ, കൂടുതൽ ബന്ധപ്പെട്ടതിലൂടെ, കൂടുതൽ അവർ സ്വാധീനം ചെലുത്തിയതിലൂടെ ഇസ്ലാമിക രീതി യൂറോപ്യന്മാർ പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ യൂറോപ്പിൽ ഇസ്ലാമിക രീതിയിൽ പണിയെടുപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. ഒന്ന് ഫ്രഞ്ച് റൂളറായ ലൂയി 19 പണിയെടുപ്പിച്ച കിൻസെവിക് ഹോസ്പിറ്റൽ. ഇതാണ് കിൻസെവിക് ഹോസ്പിറ്റൽ. അപ്പോൾ ഫ്രഞ്ച് റൂളറായിരുന്ന ലൂയി 9 ഇസ്ലാമിക രീതിയിൽ പണിയെടുപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മിതിയാണ് കിൻസെവിക് ഹോസ്പിറ്റൽ. മറ്റൊന്ന് ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാഡമി. മറ്റൊന്നാണ് ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാഡമി. ആർക്കിടെക്ചർ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ. ഒന്ന്, ആദ്യകാലത്ത് മധ്യകാല ലോകത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വാസ്തുവിദ്യ രീതികൾ എന്ന് പറയുന്നത് ഒന്ന് റോമനസും മറ്റൊന്ന് ഗോതിക്കും. ആൻഷ്യന്റ് റോമൻ സ്റ്റൈലും ബൈസാന്റിയൻ റോമൻ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഷാലമിൻ ചക്രവർത്തി കൊണ്ടുവന്നതാണ് കരോലിജിയൻ സ്റ്റൈൽ. കൂടാതെ താഴികക്കുടങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ ഇസ്ലാമികരുമായി യൂറോപ്യൻസ് കൂടുതൽ ഇടപെട്ടതിലൂടെ അവരുടെ വാസ്തുവിദ്യ യൂറോപ്യന്മാർ പഠിച്ചു. അങ്ങനെ നിർമ്മിച്ചതാണ് ലൂയി 9 ഫ്ലോറൻസിൽ നിർമ്മിച്ചതാണ് കിൻസെവിക് ഹോസ്പിറ്റൽ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ ആദ്യത്തെ ആശുപത്രി എന്ന് പറയുന്നത് കിൻസെവിക് ആണ്. അതുപോലെ തന്നെ ഫ്ലോറൻസിലെ
പ്ലാറ്റോണിക് അക്കാഡമി, ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാഡമി. അടുത്ത നമ്മൾ പഠിക്കുന്നത് മ്യൂസിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ആർക്കിടെക്ചറാണ് മിഡീവൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. ഇനി നമ്മൾ പഠിക്കുന്നത് മിഡീവൽ യൂറോപ്പിൽ മിഡീവൽ പീരീഡിലെ സംഗീതം എങ്ങനെയായിരുന്നു എന്നാണ്. വെസ്റ്റേൺ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡീവൽ പീരീഡിലാണ്. അപ്പോൾ പാശ്ചാത്യ സംഗീതം വളർന്നു തുടങ്ങുന്നത് മിഡീവൽ പീരീഡിലാണ്, മധ്യകാലഘട്ടത്തിലാണ്. അവിടെ മിഡീവൽ പീരീഡിൽ സാധാരണയായി സംഗീതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ചർച്ച് മ്യൂസിക്കിനാണ്. എന്തിനാണ്? ചർച്ച് മ്യൂസിക്കിനാണ്. അതായത് പള്ളികളിലെ സംഗീതമാണ് മധ്യകാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഇറ 500 to 40,000, അല്ലെങ്കിൽ ക്രിസ്തു വർഷം 500 മുതൽ 1400 വരെ നമുക്ക് വെസ്റ്റേൺ മ്യൂസിക്കിൽ അറബ്സിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. 500 മുതൽ 1400 വർഷം വരെ അറബികളുടെ സ്വാധീനം പാശ്ചാത്യ സംഗീതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു തരത്തിൽ പറഞ്ഞാൽ അറബ് മ്യൂസിക് അല്ലെങ്കിൽ അറബ് സംഗീതം സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡീവൽ പീരീഡിലാണ്. അറബ് സംഗീതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പീരീഡിലാണ്? മിഡീവൽ പീരീഡിലാണ്. കൂടാതെ ഉമവിയ അബ്ബാസിയ പീരീഡുകളിൽ ഉമവിയരുടെയും അബ്ബാസിയമാരുടെയും കാലഘട്ടത്തിലാണ് അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിക്കുന്നത്. അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിക്കുന്നത് എപ്പോഴാണ്? ഉമവിയ അതുപോലെ തന്നെ അബ്ബാസിയ കാലഘട്ടത്തിലാണ്. ഉമവിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മ്യൂസീഷ്യൻ അഥവാ സംഗീതജ്ഞൻ എന്ന് പറയുന്നത് ഇബൻ മിസ്രയാണ്. അടിവരയിട്ട് പഠിക്കുക. അറബ് സംഗീതത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറബ് സംഗീതത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ആരംഭകൻ എന്ന് പറയുന്നത് ഇബൻ മിസ്രയാണ്. അറബ് സംഗീതത്തിന്റെ ആരംഭകൻ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇബൻ മിസ്രയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഉമയ്യാദ് പീരീഡിലാണ്. ഉമവിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്ന ഇബൻ മിസ്രയാണ് അറബ് സംഗീതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയാം. കൂടാതെ സിറിയയിലും പേർഷ്യയിലും അദ്ദേഹം പോയി സംഗീതത്തിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചിരുന്നു. പേർഷ്യയിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞന്മാർ എന്ന് പറയുന്നത് ഒന്ന് ഇബൻ സുരായും മറ്റൊന്ന് ഇബൻ മുഖരീസും. അപ്പോൾ അറബ് സംഗീതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഇബൻ മിസ്രയാണ്. ഉമവിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനാകുന്നത്. പേർഷ്യൻ മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേർഷ്യൻ സംഗീതജ്ഞന്മാർ എന്ന് പറയുന്നത് ഇബൻ മുഖരീസും ഇബൻ സുരായും. അപ്പം സംഗീതത്തെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. മിഡീവൽ പീരീഡിലാണ് വെസ്റ്റേൺ മ്യൂസിക് ഡെവലപ്പ് ചെയ്യുന്നത്. ചർച്ച് മ്യൂസിക്കാണ് അത് പ്രധാനമായും ഉണ്ടായിരുന്നത്. 500 മുതൽ 1400 വരെ വെസ്റ്റേൺ മ്യൂസിക് നമുക്ക് അറബ്സിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അറബികളുടെ സ്വാധീനം കാണാം. അറബ് മ്യൂസിക് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് മിഡീവൽ പീരീഡിലാണ്, പ്രത്യേകിച്ച് ഉമവിയയുടെയും അബ്ബാസിയയുടെയും പീരീഡിലാണ്. ഉമവിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മ്യൂസീഷ്യനാണ് ഇബൻ മിസ്ര. അദ്ദേഹത്തിന്റെ പീരീഡിലാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അറബ് സംഗീതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പേർഷ്യൻ മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇബൻ മുഖരീസും ഇബൻ സുരായും. പ്രധാനപ്പെട്ട പേർഷ്യൻ സംഗീതജ്ഞന്മാർ എന്ന് പറയുന്നത് ഇബൻ മുഖരീസും ഇബൻ സുരായാണ്. ഇതെന്ന് പറയുന്നത് ചിത്രകലയെ കുറിച്ചാണ്, പെയിന്റിംഗ്. അപ്പോൾ മിഡീവൽ പീരീഡിൽ ഒരാൾ ഒരു പിക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാം റിലീജിയനെ ബേസ് ചെയ്തായിരുന്നു. മതത്തെ അടിസ്ഥാനമാക്കിയാണ് മിഡീവൽ പീരീഡിലുള്ള എല്ലാ ചിത്രകലയും. ഒരു ഉദാഹരണം, സെന്നി ഡി പെപ്പെ എന്ന് പറയുന്ന ആൾ വരച്ച ട്രിനിറ്റി മഡോണയാണ് പെയിന്റിങ്ങിന്, മിഡീവൽ പീരീഡിലെ പെയിന്റിങ്ങിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെന്നി ഡി പെപ്പെ വരച്ച ട്രിനിറ്റി മഡോണ. ചിത്രകല കൂടുതലായിട്ട് പഠിക്കാനില്ല, 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന്, ചിത്രകലയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നത് എപ്പോഴും മതത്തിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആ കാലഘട്ടത്തിലെ മിഡീവൽ പീരീഡിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രകാരൻ എന്ന് പറയുന്നത് സെന്നി ഡി പെപ്പയാണ്. അദ്ദേഹം വരച്ച ചിത്രത്തിന്റെ പേരാണ് ട്രിനിറ്റി മഡോണ. ഇത് നമ്മൾ കുറച്ച് ബുക്കുകളും അല്ലെങ്കിൽ കുറച്ച് കൃതികളും ആരാണ് അതിന്റെ എഴുത്തുകാരൻ എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, മുൻപേടിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ബുക്കുകളും അതിന്റെ എഴുത്തുകാരൻ, റൈറ്റേഴ്സ് ആൻഡ് ബുക്സ്. നോക്കാം. ഒന്ന്, ഒമർ ഖയ്യാം. ഒന്നാമത്തെ ആളാണ് ഒമർ ഖയ്യാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് റുബായിത്ത്. ഒമർ ഖയ്യാമിന്റെ പുസ്തകത്തിന്റെ പേരാണ് റുബായിത്ത്. അടുത്തത് അൽ ഫിർദൗസി. ആരാണ്? അൽ ഫിർദൗസി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഷനാമ.
എന്താണ്? ഷനാമ. ഒമർ ഖയ്യാമിൻ്റെത് റുബായിത്താണ്. അൽ ഫിർദൗസിയുടേത് ഷനാമ. അതുപോലെ തന്നെ ഇബ്നു ഖൽദൂൻ, ആരാണ്? ഇബ്നു ഖൽദൂന്റെ പുസ്തകത്തിന്റെ പേരാണ് കിതാബുൽ ഇബൽ. എന്താണ്? കിതാബുൽ ഇബൽ. അപ്പോൾ ഇബ്നു ഖൽദൂൻ എഴുതിയതാണ് കിതാബുൽ ഇബൽ. കിതാബുൽ ഇബൽ. തോമസ് അക്വിനാസ്, അടുത്ത പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് തോമസ് അക്വിനാസ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് സമ്മ തിയോളജി. എന്താണ്? സമ്മ തിയോളജി. സെയിന്റ് അഗസ്റ്റിൻ, ആരാണ്? സെയിന്റ് അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സിറ്റി ഓഫ് ഗോഡ്. എന്താണ്? സിറ്റി ഓഫ് ഗോഡ്. അതുപോലെ തന്നെ പീറ്റർ അംബിലാഡ്. പീറ്റർ അംബിലാഡിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഡയലോഗ്. പീറ്റർ അംബിലാഡിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഡയലോഗ്. അതുപോലെ പ്രധാനപ്പെട്ട രണ്ട് ഇന്ത്യൻ എഴുത്തുകാരാണ്, ഒന്ന് കൽഹണനും മറ്റൊന്ന് ജയദേവൻ. കൽഹണൻ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് രാജതരംഗിണി. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. കൽഹണൻ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് രാജതരംഗിണി. ജയദേവന്റെ പുസ്തകത്തിന്റെ പേരാണ് ഗീതാഗോവിന്ദം. ജയദേവന്റെ പുസ്തകത്തിന്റെ പേരാണ് ഗീതാഗോവിന്ദം. അപ്പോൾ ബുക്കുകളും അതെഴുതിയ ആൾക്കാരെ ഒന്നുകൂടെ പഠിക്കാം. ഒമർ ഖയ്യാം റുബായി, അൽ ഫിർദൗസി ഷനാമ, ഇബ്നു ഖൽദൂൻ കിതാബുൽ ഇബൽ, തോമസ് അക്വിനാസ് സമ്മ തിയോളജി, സെയിന്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ്, പീറ്റർ അംബിലാഡ് ഡയലോഗ്, കൽഹണ രാജതരംഗിണി, ജയദേവ ഗീതാഗോവിന്ദം. പ്രധാനപ്പെട്ടതാണ് എളുപ്പമുള്ള പോർഷൻ. ഇത് നമ്മൾ പഠിക്കുന്നത് സയൻസ്, ശാസ്ത്ര രംഗത്ത് മിഡീവൽ പീരീഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ശാസ്ത്രീയ രംഗത്ത് മിഡീവൽ പീരീഡിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മളിപ്പോൾ പഠിക്കും. സയൻസ്, പ്രധാനമായും സയൻസിൽ എന്തൊക്കെ, ശാസ്ത്ര രംഗത്ത് എന്തൊക്കെ, അത് പുസ്തകത്തിൽ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ഒരു ടേബിള്. സ്കോളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും. സ്കോളേഴ്സ് അവരുടെ കോൺട്രിബ്യൂഷൻ. ഇബൻ സിന അഥവാ അവിസന. ഇബൻ സിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തുകൊണ്ട്? അവിസന. അദ്ദേഹം ഈസ് എ മെഡിക്കൽ സയന്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. ഒരു വൈദ്യശാസ്ത്രജ്ഞനുമാണ്, കൂടാതെ ഒരു തത്വചിന്തകനുമാണ് ആര്? ഇബൻ സിന. ഇബൻ ഖാസിം. ഇബൻ ഖാസിം എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇബൻ ഖാസിം. ആരാണ്? ഇബൻ ഖാസിം. അപ്പൊ ഇബൻ ഖാസിമാണ് ദ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇബൻ ഖാസിമിനെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സ്കോളറാണ് അൽ-ബറൂണി. ആരാണ്? അൽ-ബറൂണി. He formulated the basic idea of geology and anthropology. ഭൂഗർഭശാസ്ത്രത്തിന്റെയും നരവംശശാസ്ത്രത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തിയ ചിന്തകനാണ് അൽ-ബറൂണി. അൽ-ബറൂണിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണ്? പ്രധാനപ്പെട്ടതാണ് അൽ-ബറൂണിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണ്? He formulated the basic idea of geology and anthropology. അടുത്തതാണ് മുഹമ്മദ് അൽ റാസി. ആരാണ്? മുഹമ്മദ് അൽ റാസി. ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് മുഹമ്മദ് അൽ റാസി. റോജർ ബേക്കൺ. ആരാണ്? റോജർ ബേക്കൺ. ദ പേവ്ഡ് ദ വേ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റേഴ്സ്. അതായത് യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശ വിക്ഷേപണത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെയും ആശയങ്ങൾ രൂപപ്പെടുത്തിയ ആളാണ് റോജർ ബേക്കൺ. ആരാണ്? റോജർ ബേക്കൺ. ഭാസ്കര സെക്കൻഡ് കോൺട്രിബ്യൂഷൻ ടു അസ്ട്രോണമി. ജ്യോതിശാസ്ത്രത്തിന് പ്രധാനമായും സംഭാവനകൾ നൽകിയ ആളാണ് ഭാസ്കര സെക്കൻഡ്. അപ്പോൾ പ്രധാനപ്പെട്ട സ്കോളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത് ഇബൻ സിന അഥവാ അവിസന. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹീസ് എ മെഡിക്കൽ സയന്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. അദ്ദേഹം ഒരു വൈദ്യശാസ്ത്രജ്ഞനുമാണ്, കൂടാതെ ഒരു തത്വചിന്തകനുമാണ്. അടുത്തത് ഇബൻ ഖാസിം, ദ ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇബൻ ഖാസിം. അൽ-ബറൂണി, മൂന്നാമത്തെ ആള് അൽ-ബറൂണി. formulated the basic idea of geology and anthropology. നരവംശശാസ്ത്രത്തിന്റെയും അതുപോലെ ഭൂഗർഭ ശാസ്ത്രത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തിയ ആളാണ് അൽ-ബറൂണി. അടുത്തത് മുഹമ്മദ് അൽ റാസി. കോൺട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ മറ്റൊരു വ്യക്തിത്വമാണ് മുഹമ്മദ് അൽ റാസി എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽസിന്റെയും എയർക്രാഫ്റ്റിന്റെയും, അതായത് യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ആകാശ വിക്ഷേപണത്തിന്റെയും ഒക്കെ അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തിയ ആളാണ് റോജർ
ഭാസ്കർ രണ്ടാമൻ എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ആസ്ട്രോണമിയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ്. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് സയൻസിൽ അറബികളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ശാസ്ത്ര രംഗത്ത് അറബികൾ നൽകിയ സംഭാവനകൾ എന്താണ്. ഫസ്റ്റ് വൺ, പോപ്പുലറൈസ്ഡ് ന്യൂമറിക്സ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ ഇൻ യൂറോപ്പ്. അതായത് ഇന്ത്യയിൽ നിന്ന് പഠിച്ച നമ്പറുകളും അതുപോലെ അക്കങ്ങളും പൂജ്യവും യൂറോപ്പിൽ പോപ്പുലർ ആക്കി അല്ലെങ്കിൽ യൂറോപ്പിൽ വ്യാപകമാക്കുന്നത് അറബികളാണ്. ഇന്ത്യക്കാരിൽ നിന്ന് കണ്ടുപിടിച്ച പൂജ്യവും അക്കങ്ങളും യൂറോപ്പിൽ വ്യാപകമാക്കുന്നത് അറബികളാണ്. കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്. രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയം എന്ന നിലയിൽ കെമിസ്ട്രിയെ ഡെവലപ്പ് ചെയ്തത് വികസിപ്പിച്ചത് അറബികളാണ്. അതുപോലെ തന്നെ ഫോർമുലേറ്റഡ് ദ ആൽക്കമി ആൻഡ് ഒപ്റ്റിക്സ് ആസ് എ സബ്ജക്ട്. ബീജഗണിതത്തെയും പ്രകാശത്തെയും അല്ലെങ്കിൽ പ്രകാശ ശാസ്ത്രത്തെയൊക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു വിഷയമായി വളർത്തിയത് ആരായിരുന്നു? അറബികളായിരുന്നു. 3 കാര്യങ്ങളാണ് അറബികളുടെ സംഭാവനകൾ പറയുന്നത്. അക്കങ്ങളും പൂജ്യവും യൂറോപ്പിൽ പ്രസിദ്ധമാക്കി. രസതന്ത്ര ശാസ്ത്രത്തെ ഒരു സയൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയം എന്ന രീതിയിൽ വികസിപ്പിച്ചു. അതുപോലെ തന്നെ ബീജഗണിതവും അതുപോലെ തന്നെ ആൽക്കമി പ്രകാശശാസ്ത്രം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു വിഷയമാക്കി പഠിക്കാൻ തുടങ്ങിയത് ആരായിരുന്നു? അറബികളായിരുന്നു. അടുത്തത് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യന്മാരുടെ സംഭാവനകൾ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൽ യൂറോപ്യന്മാരുടെ സംഭാവനകൾ, ശാസ്ത്ര രംഗത്ത് യൂറോപ്യന്മാർ നൽകിയ സംഭാവനകളുണ്ട്. ഒന്ന്, ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പിന്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തത് യൂറോപ്യന്മാരായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ടു യൂറോപ്പ്. തെരുവുകളിൽ തെരുവുവിളക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുമുള്ള പരിപാടികൾ ആദ്യം കൊണ്ടുവന്നത് യൂറോപ്യന്മാരാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ക്ലോക്ക് കണ്ടുപിടിച്ചത് യൂറോപ്യന്മാരായിരുന്നു. അതുപോലെ തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് യൂറോപ്യന്മാരായിരുന്നു. സർജിക്കൽ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നത് യൂറോപ്യന്മാരായിരുന്നു. അതുപോലെ തന്നെ മെക്കാനിക്കൽ ക്ലോക്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗിയറിന്റെ തത്വം കൊണ്ടുവന്നത് യൂറോപ്യന്മാരാണ്. അതുപോലെ തന്നെ അൽജിബ്ര ബീജഗണിതം, അതുപോലെ തന്നെ ത്രികോണമിതിയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് യൂറോപ്യന്മാരാണ്. അപ്പൊ യൂറോപ്യന്മാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെലസ്കോപ്പിന്റെ നിർമ്മാണത്തിന് വേണ്ട ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. തെരുവ് വീതികളിലും അല്ലെങ്കിൽ തെരുവ് വിളക്കുകളുടെയും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത് യൂറോപ്യന്മാരാണ്. മെക്കാനിക്കൽ ക്ലോക്ക് കണ്ടുപിടിച്ചു. ഗിയറിന്റെ തത്വം കൊണ്ടുവന്നു. അതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ബീജഗണിതവും ത്രികോണമിതിയൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നത് യൂറോപ്യന്മാരായിരുന്നു. അടുത്തത് ചൈനക്കാരന്മാരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? ചൈനീസിന്റെ കോൺട്രിബ്യൂഷൻ, ഗൺ പൗഡർ, വെടിമരുന്ന്, സീസ്മോഗ്രാഫ്, ഭൂകമ്പം അളക്കുന്ന അളവ് കോരാൻ അല്ലെങ്കിൽ ഉപകരണമാണ് സീസ്മോഗ്രാഫ്. അപ്പോൾ ഈ സീസ്മോഗ്രാഫ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ചൈനീസാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് കോമ്പസ്, അതായത് വടക്കു നോക്കി യന്ത്രം, അതുപോലെ പ്രിന്റിംഗ്, അച്ചടി, അതുപോലെ തന്നെ അസ്ട്രോലാബ്, നാവികർക്ക് ഉപയോഗിക്കുന്ന അസ്ട്രോലാബൊക്കെ കണ്ടുപിടിച്ചത് ചൈനക്കാരായിരുന്നു. അപ്പൊ ഇത് സയൻസിൽ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. സയൻസിൽ സ്കോളേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, അറബികളുടെ സ്വാധീനം പഠിച്ചു, യൂറോപ്യന്മാരുടെ സംഭാവനകൾ പഠിച്ചു, ചൈനക്കാരുടെ സംഭാവനകളും പഠിച്ചു. അപ്പോൾ ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന പാഠമാണ്. നമ്മളതിൽ ആദ്യം പഠിച്ചത് വാണിജ്യപാതകളെ കുറിച്ച് പഠിച്ചു, നഗരങ്ങളെ കുറിച്ച് പഠിച്ചു, അതുപോലെ ഗിൽഡുകളെ കുറിച്ച് പഠിച്ചു, വ്യവസായത്തെക്കുറിച്ചും വാണിജ്യത്തെയും കുറിച്ച് പഠിച്ചു. വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, കലാരംഗം എങ്ങനെയായിരുന്നു, സംഗീത രംഗം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സയൻസ് രംഗം എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. പാഠം നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങളുടെ സംശയം ചോദിക്കാവുന്നതാണ്.